മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ ബാത്റൂമാണിട്ടത്. ഇവിടെ ഇങ്ങനെ ആൾ കിട്ടും. ഇതാണ് ബാത്റൂം. സാധാരണ ഒരു 5 മണിക്കൊക്കെ തുറന്ന 6 മണിക്കൊക്കെ തുറന്ന സംഭവമാണ്. ഇത് സ്ത്രീകളുടെ ബാത്റൂമാണ്. പൂട്ടി പോയിട്ടുണ്ട് ഞങ്ങൾ. 9 മണിയാവാനായി സമയം. ഇനി ഇതാണ് പിന്നെ പുരുഷന്മാരുടെ ബാത്റൂം. എന്നുണ്ടല്ലേ, ഈ ബസ്സിലെ പണിക്കാർ അതുപോലെ കുറേ സ്ത്രീകൾ, ഞാൻ പറഞ്ഞാൽ അവർ സ്ത്രീകളിൽ നിന്ന് മുഖം എടുക്കാതിരിക്കുകയാണ് സംഭവം. പിന്നെ സ്ത്രീകളെ എത്ര ഒരു 6-7 സ്ത്രീകളെ ഇവിടെ മടങ്ങി പോണത്. പിന്നെ ബസ്സിൻ്റെ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ എന്താ ഈ ബാത്റൂം തുറക്കാത്തതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? തുറക്കാതെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ബസ് തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ഇവിടെ ബസ് പോയാണ് വരുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ടാകുക. അപ്പോൾ ഇവിടെ മൂത്രമൊഴിക്കാൻ പോകാൻ സൗകര്യമില്ല. ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആർക്കെങ്കിലും തുറന്നിട്ട് കൊടുത്താൽ മതി. പൈസ വാങ്ങണമെങ്കിൽ വാങ്ങിക്കോട്ടെ. ഇത് തുറക്കൽ നിർബന്ധമാണ്. കാരണം യാത്രക്കാർ ഇപ്പോൾ പെണ്ണുങ്ങൾ കുറേ വന്നാണ് മടങ്ങി പോകുന്നുണ്ട്. ഇത് മെയിൻ റൂട്ടിൽ പോണ ബസ് സ്റ്റോപ്പ് ഇത് മാത്രമേ 1 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ടാവുക. ഞങ്ങൾക്ക് മൂത്രമൊഴിക്കണം. ഞങ്ങൾക്ക് പാണ്ടിക്കാട് കോഴിക്കോട് അങ്ങനെ ലൈനിൽ പോകണം. മഞ്ചേരി ചെന്നാൽ ഞങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. ആകെ കിട്ടുന്ന 2 മിനിറ്റ് ഇവിടെ മേലാറ്റൂരാണ്. ഇവിടെ മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല. ഇതെന്നും ഇങ്ങനെ തന്നെ. ഇവിടെ മൂത്രമൊഴിക്കാനായിട്ട് ഞങ്ങൾ ആളെ കയറ്റാൻ പോരുന്നുണ്ട്. 2 മിനിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാർ പെണ്ണുങ്ങൾ ഇവിടെ എത്ര മടങ്ങിപ്പോയി. അതൊക്കെ ബുദ്ധിമുട്ടില്ല കാര്യമല്ല. ഈ രാവിലെ അങ്ങനെ തുറക്കാതെ തന്നാലോ പൈസ വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ ഇവിടെ പൈസ വെച്ചുകൊണ്ട് വെക്കണം. എല്ലാവരും ആളില്ലെങ്കിലും ഇവിടെ പൈസ വെച്ച് പോകുന്നുണ്ട്. അത് തുറന്നിട്ടാൽ മതി. ഇതാണ് സംഭവം. ഇതെന്താണോ, ഇത് ഭരണസമിതി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ബാത്റൂം ടോയ്ലറ്റാണ് ഇത്. കണ്ടില്ല നിങ്ങൾ? പഞ്ചായത്തിൻ്റെ ടോയ്ലറ്റാണ്. മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ ടോയ്ലറ്റാണ്. ഒരു മനുഷ്യരുതാണ് ഇവിടെ ഈ ആൾക്കാർ ഇത് പൈസയൊക്കെ വാങ്ങണേ. ഒരു പൈസ വാങ്ങിയല്ലേന്ന്. പക്ഷേ ഇത് ജനങ്ങൾക്ക് ഇത് ഉപകാരപ്പെടണ്ടേ? എത്ര മനുഷ്യരെ സൂയിപ്പാവണം ഇത്? വേറൊന്നും കൊണ്ടല്ലോ, രാഷ്ട്രീയപരമായിട്ടൊരു കാര്യം കൊണ്ടല്ല. ഇത് ഞാൻ ഈ രാവിലെ വന്ന് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മളൊക്കെ ഒരു ദൂരത്തു നിന്നൊക്കെ വന്ന് ഇതായിട്ട് എന്തൊരു കഷ്ടമാണ് ഇത്, വളരെ കഷ്ടമാണ്. അല്ല